ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈരും ഉരുളങ്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് തൈരാണ്. തൈര് പുളിയുള്ളതാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്ര തൈരുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. തൈര് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അതാണ് ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാനിത് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഉള്ളി കനം കുറഞ്ഞിട്ട് തന്നെ അരിയണം. കനം കുറഞ്ഞരിഞ്ഞതും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, നൈസായിട്ട് അരിയണം. പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് അതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്. ഒരു പിടി ചെറിയൊരു പിടി മല്ലിച്ചപ്പെടുത്ത് നൈസായി അരിഞ്ഞത്. പിന്നെ ഞാൻ ആ ബൗളിലേക്ക് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഈ മല്ലിച്ചപ്പ് എടുത്ത വലിയ ബൗളിലേക്ക് ഞാൻ മാറ്റിയെന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം, കുറച്ച് നേരം അത് മിക്സ് ചെയ്യണം. പൊടികളും ഇലയും തൈരും ഉള്ളിയൊക്കെ എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആവണം. അപ്പോൾ ഞാൻ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടത് വെച്ചാൽ ഒരു പാൻ ചൂടാക്കണം. പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ശേഷം 1.5 ടേബിൾ സ്പൂൺ കസൂർ മേത്തി ഇല്ലേ, നമ്മൾ ഉലുവയുടെ ഇല കസൂർ മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ, കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് മാറും. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരിക്കലും. പിന്നെ അതിന് ശേഷം നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഇങ്ങനെ വരും, അപ്പോൾ അത് ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേണ്ടത് മിക്സിങ് ആണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റേജ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഇപ്പോൾ നമുക്ക് തൈരും പൊട്ടറ്റയും കൂടിയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം. ഞാൻ കഴിക്കട്ടെ, ഇത് മാത്രമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് കൊണ്ട് അറിയില്ല. ഒരു പപ്പടം വേണമെങ്കിൽ പപ്പടമോ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. എന്തായാലും ഉണ്ടാക്കി എളുപ്പമാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് കറികൾ വലിയ കറികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ തൈര് ഉരുളയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടത്. ടേസ്റ്റ് എനിക്കിഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം. അത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.